ഹലോ ഗായ്സ്, എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഓണം വിഷസ് അറിയിക്കുവാണ്. എല്ലാവരും ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുവാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഓണം സെലിബ്രേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓണം സെലിബ്രേഷന് പോകാനായിട്ട് റെഡിയാവുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവോണം വരുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ചർച്ചിലാട്ടോ പോകുന്നത്. ചർച്ചിൽ പോയിട്ട് ഇന്നത്തെ നമ്മുടെ ഓണം സെലിബ്രേഷൻ നടക്കുന്നത് ഷാരും ചേച്ചിയുടെയും ജാഗിഞ്ചേൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്, ഇവിടെ മുസഫയിൽ തന്നെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓണത്തിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കൂടെ ഇത്തവണ സേവിച്ചനും കൂടെ ഉണ്ട് ഞങ്ങളുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അവൻ്റെ ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ഭയങ്കര വലിയ ഓണം സെലിബ്രേഷനായിട്ടല്ല, ഒരു കുഞ്ഞു ഓണം സെലിബ്രേഷനായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പേർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് പേര് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ മാല ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഞാൻ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട് മാല ഇടാനായിട്ട്, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയോ ഇട്ടു. പിന്നെ അതിന് മാച്ചായിട്ടുള്ള കമ്മൽ അതിൻ്റെ സെറ്റാണ്. പിന്നെ വള ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഇതെല്ലാം. ചർച്ചിൽ പോകാനായിട്ട് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ വേഗം ചർച്ചിൽ പോവാണ്. അപ്പോൾ നമുക്ക് ചായഞ്ചേൻ്റെ ഷാരോൺ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് കാണാം. അത്ത ഇടാനായിട്ട് പൂവ് കട്ട് ചെയ്യുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സേവിക്കുട്ടൻ വന്നു. അവന് പൂവൊക്കെ വലിച്ചെടുക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു പൂവെടുത്ത് കയ്യിൽ കൊടുത്തു, എന്നാലും അവനത് പോരായിരുന്നു. ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂവ് തന്നെ അവന് വേണം. പിന്നെ അവനിപ്പോൾ പിടിക്കാതെ നിൽക്കും, 2 സ്റ്റെപ്പ് വയ്ക്കും, താഴെ വീഴും. ആ ഒരു സ്റ്റേജിലാണിപ്പോൾ നിൽക്കുന്നത്. പിന്നെ അവനൊരു കുഞ്ഞ് ധോത്തിയുടെ ഒരു സെറ്റായിരുന്നു കേട്ടോ ഇത്. പക്ഷെ എൻ്റെ പാൻസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എൻ്റെ ടോപ്പ് വെയർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കുഞ്ഞു മുണ്ടും കൊടുത്തു. ഷാരോൺ ചേച്ചിയും ഇച്ചയും ജാഗിൻ ചേട്ടനും അത്ത ഇടാനായിട്ടുള്ള ഔട്ട്ലൈൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഷാരോൺ ചേച്ചിയും ജാഗിൻ ചേട്ടനും ഷാജിലും ഇച്ചയും ഞാനും അത്തക്കളത്തിൽ പൂവിടുക കേട്ടോ. അപ്പോൾ ഇതാണ് വിഘ്നേഷ്, ഷാജിൽ, ഫാസിൽ, ഇലാങ്കോ അണ്ണൻ, പിന്നെ നമ്മുടെ അനസ്. അപ്പോൾ അത്ത ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളിട്ട അത്തപ്പൂക്കളം. എങ്ങനെയുണ്ട് ഗൈസ്?
സദ്യ കിട്ടിയത് ഇതുപോലെ ബോക്സിലാണ്. അപ്പോൾ ബോക്സിൽ നിന്ന് കറിയെല്ലാം എടുത്ത് ഇങ്ങനെ എല്ലാ ഇലയിലും അറേഞ്ച് ചെയ്യുവാണ് എല്ലാം വെച്ചിട്ട്. എല്ലാവരും നല്ല വിശന്നിരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ച് തന്നെ ഏകദേശം 4 മണി 4:15 4:30 ആ ഒരു റേഞ്ചിലാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്ത വീഡിയോയുടെ കാര്യം. പിന്നെ പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്നതാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലൂക്ക. ഷാരൻ ചേച്ചിയുടെയും ജാങ്ജൻ്റെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ ലൂക്കാപ്പി ഇവിടെ ബലൂൺ വെച്ചിട്ട് കളിക്കുമായിരുന്നേ.